ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ ഒരു പ്രസക്തി അത് ആദ്യമേ ഒന്ന് അവതരിപ്പിച്ച ശേഷം ഈ സർക്കാരിന്റെ ഈ ഒരു അജണ്ടയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പലരും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു മന്ത്ലി അല്ല പെർ ഇയർ ചിലപ്പോൾ ഒരു 5000 അത്രയും തുകയൊക്കെ ആയിരിക്കും ഈ സ്കോളർഷിപ്പ് വഴി വിദ്യാർത്ഥികൾക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സ്കോളർഷിപ്പ് എന്ന് ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിനിടയിൽ പ്രചരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് ഈ മേഖലയിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയൊരു ആശ്വാസം, അതിനെപ്പറ്റി ഒന്ന് ആദ്യഘട്ടത്തിൽ അങ്ങയുടെ പ്രതികരണം തേടുന്നു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളവാതിൽ. ജോർജ്, സന്തോഷം. നല്ലൊരു ചോദ്യമാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ പാവപ്പെട്ട, പ്രത്യേകിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സ്കോളർഷിപ്പുകൾ വിഭാവനം ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയവും കേരളത്തിലെ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ മന്ത്രാലയങ്ങളൊക്കെ വകുപ്പുകളുമൊക്കെ അവരുടെ സംസ്ഥാനത്തെ, അതാത് ദേശത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മുന്നേറ്റം സാധിക്കാത്ത ഒരു സമൂഹത്തെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നത്. നമ്മളെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിട്ട് ഈ സ്കോളർഷിപ്പുകളോടൊക്കെ ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന മനോഭാവമാണ് ഇപ്പോഴും ഒരു പരിധിവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വേദനാജനകമായ ഒരു കാര്യം പങ്കുവെക്കാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ ഇത്രയേറെ നിയമയുദ്ധം നടത്തി, ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി, ബഹളം വെച്ച്, നിവേദനങ്ങൾ നടത്തി ഒക്കെ നമ്മൾ മേടിച്ചെടുത്ത ഈ അവകാശം അത് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വർഷവും വേണ്ട രീതിയിൽ അപേക്ഷകരെ പോലും കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതേസമയം മറ്റ് സമൂഹങ്ങൾ ഈ 100 രൂപയുടെ സ്കോളർഷിപ്പ് ആണെങ്കിൽ പോലും അത് കൃത്യമായി മേടിച്ചെടുക്കുന്നതിലും, അത് മേടിച്ചെടുക്കുന്നതിന് മാത്രമല്ല, അത് നിരന്തരമായിട്ട് ഓരോ വർഷവും അത് കിട്ടിപ്പോരുന്നതിനും വേണ്ടുന്ന അധ്വാനം അവർ നടത്തും. അതിന് ചിലപ്പോൾ 2, 3, 4 പ്രാവശ്യം ചിലപ്പോൾ നടക്കേണ്ടി വരും. ഇപ്പോൾ എല്ലാം ഈ ഓൺലൈൻ പോർട്ടലുകൾ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് ഇതെല്ലാം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുവാനും ഒക്കെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഒരു 2 മണിക്കൂർ ഇരിക്കാൻ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നമ്മളെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ പറയുന്നതിന്റെ പേരിലാണ് നമുക്ക് ഈ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നത്. ഒരിക്കൽ ഇവിടുന്ന് നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നമ്മൾ ഒരു സ്കോളർഷിപ്പിനോ ഗവൺമെന്റ് ആനുകൂല്യത്തിനോ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ആ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നിരന്തരമായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് വേറൊരു ടെക്നിക്കൽ മേഖലയിലൂടെ നമുക്കൊരു നേട്ടം കിട്ടുന്നുണ്ട്. സ്കോളർഷിപ്പുകൾക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡോക്യുമെന്റുകളും പക്കയാവണം, എല്ലാം കൃത്യമായിരിക്കണം. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ഡോക്യുമെന്റുകളും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് 1ാം ക്ലാസ് അല്ലെങ്കിൽ 1ാം ക്ലാസ് പോട്ടെ, ഇനി പ്രീ മെട്രിക് +1 +2 തൊട്ട് എങ്കിലും കൃത്യമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ ഇതുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ മറ്റു സമൂഹങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ദേശം നമ്മുടെ നികുതിപ്പണമാണ് നമുക്ക് തിരിച്ചു തരുന്നത്, വേറെ ഒന്നുമല്ല. നമ്മുടെ നികുതിപ്പണമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുക എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ട്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് നാണക്കേടല്ല, അഭിമാനമാണ്. ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് എന്റെ മെരിറ്റ് കണ്ട് എന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ പേരിൽ ഞാൻ പഠിക്കാതെ ഇരിക്കാൻ ഇടവരരുത് എന്ന് കണ്ടുകൊണ്ട് എന്നെ എന്റെ രാഷ്ട്രം, എന്റെ സംസ്ഥാനം മാനിക്കുന്നതാണത്, എന്നെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം.